വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹരന്റെ വീണ്ടും കല്യാണം. മനുവിന് തന്നെ അറിയില്ല ഇത് എത്രാമത്തെ കല്യാണമാണെന്ന്. അപ്പം ഈ കല്യാണത്തിന് ചുക്കാൻ പിടിക്കാനായിട്ട് നമ്മുടെ രാഹുലിനോട് പറഞ്ഞു, അങ്കിളെ നിങ്ങൾ വേണം എന്ത് കാര്യത്തിനും മുന്നിട്ട് നിൽക്കാനായിട്ട്. എടാ നീ എന്ത് തോന്നിയവാസം ഈ പറയുന്നത്? ഞാനൊന്നുമില്ലേലും നിന്റെ അമ്മായിയപ്പനാണ്, ആ കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞു. എടോ താൻ കാണിക്കുന്ന ചതിയും ഞാൻ കാണിക്കുന്ന ചതിയും ഒക്കെ ചതി തന്നെയാണ്. അതുകൊണ്ട് താൻ ഇതിന് കൂട്ടു നിന്നേ പറ്റുള്ളൂ. എന്തൊക്കെ വന്നാലും തൻ്റെ മകള് ഇപ്പൊ എൻ്റെ ഭാര്യയാണ്. ഞാൻ പറയുന്നതിനപ്പുറം സരയുനൊരു വാക്കുപോലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബകാസുരൻ അവസാനം അതിന് വഴങ്ങുകയാണ്. തൻ്റെ ഭാര്യയെയും മകളെയും ഒക്കെ സത്യങ്ങളൊക്കെ അറിയിക്കുമെന്നും പറഞ്ഞിട്ട് ബകാസുരനെ ഭീഷണിപ്പെടുത്തി നമ്മുടെ മനു കാര്യങ്ങളൊക്കെ കാണുകയാണ്. അങ്ങനെ ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മണ്ഡപത്തിലെത്തുക. മണ്ഡപത്തിലെത്തുമ്പം എൻ്റെ ഒരു ബിസിനസ് ഫ്രണ്ടായിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കണം. അപ്പം എന്നെ നല്ലതുപോലെ പരിചയമുണ്ടെന്നും ഞാൻ നല്ലൊരു തറവാട്ടി പടർന്ന ചെറുക്കനാണെന്നും അമേരിക്കയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ എനിക്ക് നല്ല ബിസിനസ്സുകളൊക്കെ ഉണ്ടെന്നും ഉള്ള കാര്യമൊക്കെ അവരെ പറഞ്ഞ് ധരിപ്പിക്കണം. അതൊക്കെയാണ് തൻ്റെ ജോലി. ആയിക്കോട്ടെടാ, ഇനിയിപ്പം ഞാൻ ഇതല്ലേ ചെയ്യേണ്ടതുള്ളൂ, ചെയ്തേക്കാം. അതും എൻ്റെ ജീവിതത്തിൽ ചെയ്യണമെന്നായിരിക്കും. എന്തായാലും നീ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ ഞാനിപ്പോൾ തയ്യാറാണ് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചു. പിന്നീടാണെങ്കിലോ നമ്മുടെ സരയു അങ്ങോട്ട് വന്നു. സരയു വന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ തങ്ങളിൽ നേരത്തെ കണ്ടു കഴിഞ്ഞ കീരിയും പാമ്പും ആയിരുന്നല്ലോ, ഇപ്പം ഇതെന്ത് പറ്റി? രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ പറയുമ്പം ചില സമയത്ത് ചിലരെയൊക്കെ സ്നേഹിച്ചേ പറ്റുള്ളൂ എന്ന് രാഹുൽ മറുപടി പറയാണ്. അച്ഛൻ എന്താച്ചാ ഒരു മൊന വെച്ച് സംസാരിക്കുന്നത്? അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം മോളുവിൻ്റെ അച്ഛന് വട്ടമുള്ള കാര്യം മോളുവിന് അറിയാമല്ലോ. അതുകൊണ്ട് അച്ഛൻ ഇതുപോലെയൊക്കെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ശാരി അങ്ങോട്ട് വന്നു കേട്ടോ. ശാരിയും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്. മോളുടെ അച്ഛന് തലയ്ക്ക് നല്ല നെല്ലിക്കത്തളം വെക്കേണ്ട നേരമൊക്കെ കഴിഞ്ഞു. ഇയാൾക്ക് ഷോക്ക് കൊടുത്തിട്ടൊന്നും അതൊന്നും ഏറ്റിട്ടില്ല മോളെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വരുന്നതിൻ്റെ ബാക്കി വരുന്നതിൻ്റെ ബാക്കി പിടിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ശാരി ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ജിഷയുടെ വീട്ടിലാണ്. അച്ഛനും അമ്മയും ഒക്കെ കൂടി എന്ത് സ്നേഹമുള്ള ചെറുപ്പക്കാരനാണ് അവൻ. അത്ര കണ്ട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നീ വിവാഹം തന്നെ ഇപ്പം തന്നെ നടത്താമെന്നൊക്കെ തീരുമാനിച്ചത്. അതും ആ മോൻ്റെ അമ്മാവൻ മരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ. എന്തായാലും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. അവനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കുടുംബത്തേക്ക് വന്നത് നമ്മൾ മുൻപ് ചെയ്ത എന്തോ ഒരു പുണ്യത്തിൻ്റെ ഫലമാണെന്നൊക്കെ ഇവരുടെ അമ്മ ഇങ്ങനെ സംസാരിക്കുക. എന്ത് ചെയ്യാനാ, നമുക്ക് ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ആ ചേച്ചി പെണ്ണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം മേഘ്ന അവളുടെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയതും കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയതും ഒക്കെ ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വളരെ ഷോക്കായ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇളയവളായിട്ടുള്ള ജിഷയുടെ കല്യാണം ഗംഭീരമാക്കി നടത്താനുമാണ് ഇവർ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്കാണ് മനു ഇങ്ങനെയൊക്കെയുള്ള കള്ളക്കഥകളും ഒക്കെ പറഞ്ഞ് അവരുടെ പിന്നാലെ കൂടുന്നതും. ഇനിയിപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ വിളിച്ചിരിക്കുന്ന ആൾക്കാരോടൊക്കെ അവരോട് പറയാം, അവരോട് ഇനി മാറ്റി വയ്ക്കാം ചടങ്ങുകളൊക്കെ, ഇനി റിസപ്ഷൻ പോലെ നമുക്ക് നടത്താമെന്നും ഒക്കെ ഈ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടിരുന്നിട്ട് ജിഷ പറഞ്ഞു, വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ടോണിയേട്ടനെ പോലെയുള്ള ഒരാളെ കിട്ടിയല്ലോ. ആ ടോണിയേട്ടനെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണ്. അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ 2 വർഷമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രജിസ്റ്റർ ആണെങ്കിൽ രജിസ്റ്റർ. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചടങ്ങിനുണ്ടാകുമല്ലോ, ആ ഒരു സന്തോഷം മാത്രം മതിയെന്നും പറഞ്ഞിട്ട് അവളും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ അരങ്ങേറുന്ന ആ ഒരു സമയത്താണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും കല്യാണിയും ഒക്കെയാണ്. അപ്പം 2 പേരും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. എന്തായാലും പ്രകാശിനെ സഹായിക്കുന്ന ആളെ കണ്ടെത്തിയിട്ട് തന്നെ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ കിരണിന് ചില കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ഒരു സംശയവും തോന്നി. അത് മറ്റാരുടെയും കാര്യമല്ല, നമ്മുടെ കാർത്തികയുടെ കാര്യം തന്നെ. കാർത്തികയ്ക്ക് നമ്മളൊരു പ്രത്യേക സ്നേഹവും അതുപോലെ തന്നെ ഒരു പരിഗണനയും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവൾ നമ്മളെ ഇത്രയും കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇനി എന്തെങ്കിലും ഒരു വിഷയം
ഇതിനിടയ്ക്ക് ഉണ്ടോ? കാര്യം പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഭാഗത്ത് നിന്നും ഇതുപോലെയുള്ള പണിയൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കിരണിന് നല്ല ടെൻഷനുണ്ട്. കിരൺ ഇങ്ങനെ ആലോചിച്ചു. അപ്പം കിരൺ ഇങ്ങനെ പറഞ്ഞു, കല്യാണി, നമ്മൾ എന്തായാലും എല്ലാ ആൾക്കാരെയും ഒന്ന് കരുതി തന്നെ ഇരിക്കണം. നിനക്കറിയാലോ, നിന്റെ അച്ഛൻ ജോലിയൊക്കെ അന്വേഷിച്ച് വന്ന സമയത്ത് എത്രമാത്രം മര്യാദക്കാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് അയാൾക്കിപ്പോൾ എന്തോ ഒരു കൊച്ചു ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞ് അയാൾ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പൊല്ലാപ്പുകൾ നമ്മൾ കാണുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം കല്യാണി പറഞ്ഞു, ഇത് കാര്യമായിട്ട് ആരോ കാശുള്ള ഒരാളെ അച്ഛൻ പറ്റിക്കുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അല്ല, എനിക്ക് അറിയേണ്ടുന്ന കാര്യം ഈ വിക്രം ഇനി നമുക്കെതിരെ തിരിയുമെന്നാണ്. മോളെ കല്യാണി, വിക്രം തിരിഞ്ഞു കഴിഞ്ഞാൽ വിക്രത്തിനുള്ള പണി കൊടുക്കാനുള്ള ആൾക്കാർ നമ്മുടെ അച്ഛൻ്റെ കസ്റ്റഡി തന്നെയുണ്ട്. അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അവൻ വിളച്ചിലും കൊണ്ട് സോണിയുടെയോ അതുപോലെ തന്നെ നമ്മുടെയോ ജീവിതത്തിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങനെ വെറുതെ പോവില്ല. ആ കിരണേട്ട, അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ആലോചിച്ചത്. സോണിയും ആൽബിയും ഒക്കെ കൂടി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് ഇവനെ കണ്ടെന്നും ഇവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നും ഒക്കെ പറഞ്ഞു. അന്ന് അവൻ നമ്മുടെ ഓഫീസിൽ വന്നില്ലേ, ആ ദിവസം തന്നെ. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് കിരൺ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ കല്യാണി പറഞ്ഞു, എന്ത് സംഭവിക്കാനാ, സോണി നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ആൽബിയും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. അവസാനം സോണി അവനെ തല്ലാനായിട്ട് കൈ ഓങ്ങി. അവൻ്റെ അച്ഛൻ പിടിച്ച് മാറ്റിയത് കൊണ്ട് മാത്രമാണ് അവൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടത്. എൻ്റെ പൊന്നു കല്യാണി, സോണിയോട് നീ കാര്യങ്ങളൊക്കെ പറയണം. ഇനി ഇതുപോലെയുള്ള ഒരുത്തനെ വെറുതെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. അത് കിരണേട്ടാ, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അവൻ ഇവളും കൂടി താമസിച്ച കഥകൾ വരെ അവൻ പറഞ്ഞു. അത്ര കണ്ട് നാണം കെട്ട ഒരുത്തനായിട്ട് വിക്രം മാറിക്കഴിഞ്ഞു. മോളെ കല്യാണി, അനിയൻ നിൻ്റെതാണെങ്കിലും അവൻ്റെ സ്വഭാവ രീതികളൊക്കെ അവൻ്റെ അച്ഛനുമായിട്ട് നല്ല ചേർച്ചയുള്ളത് തന്നെയാണ്. ആർക്കറിയാം, അച്ഛനും മകനും കൂടി ഇനി എവിടെയെങ്കിലും വല്ല മോഷണവും തുടങ്ങിയോന്ന്. എന്തായാലും നല്ല രീതിയിൽ പൈസയുണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ. അത് വെച്ചിട്ടാണ് ആശാൻ ഈ കളിയൊക്കെ കളിക്കുന്നതെന്നും കിരൺ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് നമ്മുടെ കല്യാണി. പിന്നീട് നമ്മളെ കാണിക്കുന്നത് രൂപയെയും അതുപോലെ തന്നെ സേനനെയും ഒക്കെയാണ്. അപ്പതാ അവരുടെ വീട്ടിലേക്ക് നമ്മുടെ ആൽബിയും സോണിയും കൂടെ വന്നു. അമ്മേ, അച്ഛ എന്നൊക്കെ വിളിച്ചിട്ട് വളരെ കാര്യത്തിന് സോണി ഇങ്ങ് ഓടി വന്നു. എന്നിട്ട് രൂപയോട് പറഞ്ഞു, അമ്മേ, ഇന്നൊരു സംഭവം ഉണ്ടായി. അതെ, അവനുണ്ടല്ലോ ആ വിക്രം, അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് അവൻ വളരെയധികം മോശമായിട്ടൊക്കെയാണ് സംസാരിച്ചത്. അവൻ എന്നെയും ആൽബിയേട്ടനെയും ഒക്കെ നാട് റോട്ടിൽ വെച്ച് അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന സമയം നമ്മുടെ സേനന് ശരിക്കും ദേഷ്യം വന്നു. താൻ ഓമനിച്ച് വളർത്തുന്ന തൻ്റെ പുന്നാര മോളാണ്. ആ മോളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ സേനൻ ചുമ്മാതിരിക്കില്ലല്ലോ. അങ്ങനെ സേനൻ പറഞ്ഞു, മോളെ, അവൻ്റെ കാര്യത്തിൽ ഈ അച്ഛനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി അവൻ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ കയറി കളിക്കാൻ പാടില്ലല്ലോ. ഞാൻ അറിഞ്ഞു പല കാര്യങ്ങളും. ഇന്ന് കിരണിൻ്റെയും കല്യാണിയുടെയും അടുത്ത് ചെന്നിട്ട് പ്രകാശനും മകനും ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തി. ആരോ ഒരാൾ ഇവരെ നല്ല രീതിയിൽ അങ്ങ് പിന്തുണയ്ക്കുന്നൊക്കെയുണ്ട്. കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ മേഘ്ന ഒരു വിവരം കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ നിഷയുടെ കല്യാണം. അപ്പതാ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് നിഷയെ നമ്മുടെ കല്യാണി കണ്ടിട്ടുണ്ടല്ലോ. അപ്പതാ ഇതാരാണ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ കല്യാണിക്ക് ബോധ്യപ്പെടുകയാണ്. നമ്മുടെ മനു അടുത്തതായി കെട്ടാനായിട്ട് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് അത് മേഘ്നയുടെ അനുജത്തിയാണ് എന്നുള്ള സത്യം അത് കല്യാണി അറിയാണ്. അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ മേഘ്നയും കൂടെ ആ കതിർമണ്ഡപത്തിൽ, അതായത് ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ രാഹുലാണ് വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഒരു കാർന്നൂര് നിൽക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്യാണ്. സ്വന്തം മകളെ ഇങ്ങനെ പച്ചയ്ക്ക് ചതിക്കുന്ന ഒരു അച്ഛൻ, ആ അച്ഛൻ്റെ കൂടെ വളരെ കാര്യത്തിന്, അതായത് ഒരു സുഹൃത്ത്, തൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് മനു രാഹുലിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിഷയുടെ വീട്ടുകാർക്കും ഒക്കെ രാഹുലിന് പരിചയമുണ്ടല്ലോ. ഇവരും ഫ്രണ്ട്സാണ്. അങ്ങനെ നല്ല രീതിയിൽ ആ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും മറ്റാരും കാണരുത്. ഇതൊക്കെ കാണേണ്ടവൻ തന്നെയാണ് കാണേണ്ടത്. എന്തായാലും നിന്റെ അനുജത്തിക്ക് പറ്റിയ ഒരു പയ്യൻ തന്നെയാണ് ഇപ്പം വന്ന് കയറിയിരിക്കുന്നത് എന്നും കല്യാണി നമ്മുടെ മേഘ്നയോട് പറഞ്ഞു. അപ്പം മേഘ്ന പറഞ്ഞു, എത്രയൊക്കെ വന്നാലും അവൾ എൻ്റെ അനുജത്തിയാണ്, ഒരേ രക്തമാണ് ഞങ്ങൾ. എനിക്ക് എന്തായാലും അവളെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. കല്യാണി, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എൻ്റെ അനുജത്തിയുടെ ജീവിതം വെച്ചുള്ള കളിയാ ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം കല്യാണി അവളുടേതായ രീതിയിൽ ഒരു തീരുമാനം എടുത്ത് ചെല്ലുക.
കല്യാണിയെ കണ്ട് ഞെട്ടി വിറച്ച് നിൽക്കുക നമ്മുടെ മനോഹരൻ. അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമാണ് എത്തിയിരിക്കുന്നത്. കല്യാണിക്കും അതുപോലെ തന്നെ ഈ മനോഹരനും ഇടയിൽപ്പെട്ട് നമ്മുടെ ബഗാസുരനിൽ നിന്ന് നീറുന്നുണ്ട്. സത്യങ്ങളൊക്കെ ഇവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെയും കാര്യത്തിന് ഒരു തീരുമാനമാവും. അത്തരത്തിലുള്ള ഒരു വൻപൻ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കേ.